Good morning, girls. We are dealing with the topic formation of company. So, total there are 4 stages for the formation of a company. Under that, 2 stages are over: promotion stage and incorporation or registration. Then third stage is capital subscription or raising of capital. So after registration or incorporation, the next stage in the formation of a company is to make arrangements to raise capital needed for the business. അപ്പോൾ എങ്ങനെയാണ് ഒരു ബിസിനസ്സിന് വേണ്ട ക്യാപിറ്റൽ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതും കൂടെ ആയിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റേജിലെത്തും. A public company may issue securities to public through prospectus or through private placement or through a right issue or a bonus issue. അപ്പോൾ പബ്ലിക് കമ്പനി ആണെങ്കിൽ അവരെങ്ങനെയാണ് ക്യാപിറ്റൽ റേസ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ അവർക്ക് എന്ത് ചെയ്യാം, പബ്ലിക്കിന് അവരുടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാം പ്രോസ്പെക്ടസ് വഴി, അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്താം. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കമ്പനീൻ്റെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. അതാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. പ്രൈവറ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെ മാത്രം, ചിലപ്പം ഏതെങ്കിലും ഇപ്പം ഒരു പെർട്ടിക്കുലർ സെക്ടറിലുള്ള ആളുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയും. ഓർ ത്രൂ എ റൈറ്റ് ഇഷ്യൂ ബോണസ് ഇഷ്യൂ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഏത് രീതിയിൽ വേണമെങ്കിലും പബ്ലിക് കമ്പനിക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാം. A private company may issue securities by way of right issue or bonus issue or through private placement. പ്രൈവറ്റ് കമ്പനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റില്ല, പബ്ലിക് ഇഷ്യൂ നടത്താൻ പറ്റില്ല. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അവർക്ക് ബാക്കി 3 മോഡ്സിൽ വേണമെങ്കിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാം. അപ്പോൾ എവറി പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ എ പബ്ലിക് കമ്പനി ഷുഡ് പ്രൊവൈഡ് ഓൾ മാറ്റേഴ്സ് പെർട്ടൈനിങ് ടു ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് വെരി ക്ലിയർലി എന്നാണ് പറയുന്നത്. അപ്പം പബ്ലിക് കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തിയിട്ടാണ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതെങ്കിൽ അവർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ആ പ്രോസ്പെക്ടസിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുണ്ടായിരിക്കണം. മനസ്സിലായി? ഓൾ മാറ്റേഴ്സ് പെർട്ടൈനിങ് ടു ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് എന്നാണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ, ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ്, അങ്ങനെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രോസ്പെക്ടസിലാണ്. അപ്പോൾ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രൈബിങ് ദ ഷെയർസ് ഓഫ് ദി കമ്പനി. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് മീൻസ് എനി ഓഫർ ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഇൻവിറ്റേഷൻ ടു സബ്സ്ക്രൈബ് സെക്യൂരിറ്റീസ് ടു എ സെലക്ട് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് by a company through issue of private placement offer letter. അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രൈവറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ക്യാപിറ്റൽ റേസ് ചെയ്യുക. അപ്പം ഇറ്റ് ഈസ് എൻ ഇൻവിറ്റേഷൻ ടു സബ്സ്ക്രൈബ് സെക്യൂരിറ്റീസ് ടു എ സെലക്ട് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. ഓക്കെ, അപ്പോൾ നോ അലോട്ട്മെൻറ്റ് ഓഫ് എനി സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ഓഫേർഡ് ടു പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ shall be made unless the amount stated in the prospectus as minimum subscription amount has been subscribed and the sums payable on application for the amount so stated have been paid to and received by the company by check or other instrument. അപ്പോൾ ഒരിക്കലും മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടാതെ എന്ത് ചെയ്യാൻ പാടില്ല, പബ്ലിക് കമ്പനി അലോട്ട്മെൻറ്റ് നടത്താൻ പാടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആദ്യം ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യും. അപ്പോൾ കുറേ ഇൻവെസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ അപ്ലൈ ചെയ്തവർക്കൊക്കെ ഷെയർസ് അലോട്ട് ചെയ്യും. അലോട്ട്മെൻറ്റ് എന്നായിരുന്നു പറയാം. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് എമൗണ്ട് ഇതാക്കുന്നതെങ്കിൽ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ എന്ന് പറഞ്ഞെങ്ങാണ്ട് പോകും. ഇങ്ങനെയാണ്. അപ്പോൾ ഒരിക്കലും മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്ര പെർസെൻറ്റേജ് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടണമെന്നുണ്ട്, ആപ്ലിക്കേഷൻ കിട്ടണമെന്നുണ്ട്. അത് കിട്ടാതെ ഒരിക്കലും എന്ത് നടത്താൻ പാടില്ല, അലോട്ട്മെൻറ്റ് നടത്താൻ പാടില്ല. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെ പറയുന്നത് ദ എമൗണ്ട് പേയബിൾ ഓൺ ആപ്ലിക്കേഷൻ ഓൺ എവറി സെക്യൂരിറ്റി ഷാൽ നോട്ട് ബി ലെസ് ദാൻ 5% ഓഫ് ദി നോമിനൽ എമൗണ്ട് ഓഫ് ദ സെക്യൂരിറ്റി and such other percentage or amount as may be specified by the SEBI by making regulation in this behalf. If stated the minimum amount has not been subscribed and the sum payable on application is not received within a period of 30 days from the date of issue of prospectus or such other period prescribed by SEBI,
The amount received shall be repaid within a period of 15 days from the closure of ഇഷ്യൂ. അപ്പോൾ പറഞ്ഞല്ലോ മിനിമം സബ്സ്ക്രിപ്ഷൻ ആപ്ലിക്കേഷൻ കിട്ടാതെ എന്താക്കാൻ പാടില്ല, ഷെയർസ് അലോട്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ ആപ്ലിക്കേഷൻ മണി ഷെയർസ് പ്രോസ്പെക്റ്റസ് ഇഷ്യൂ ചെയ്ത് 30 ഡേയ്സിനുള്ളിൽ കിട്ടണം എന്നുള്ളതാണ് ആപ്ലിക്കേഷൻ മണി. അങ്ങനെ കിട്ടിയിട്ടൊന്നും ഇല്ലെങ്കിൽ, ആ മിനിമം സബ്സ്ക്രിപ്ഷനും റിസീവ് ചെയ്തിട്ടില്ല, ആപ്ലിക്കേഷൻ മണി 30 ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുവരെ കിട്ടിയിരിക്കുന്ന എമൗണ്ട് ഒക്കെ 15 ഡേയ്സിനുള്ളിൽ റീഫണ്ട് ചെയ്യണം എന്നുള്ളതാണ്. If any such money is not so repaid within such period, the directors who are officers in default shall be liable to repay the money with interest at the rate of 15% per annum. അപ്പോൾ അങ്ങനെ റീഫണ്ട് ചെയ്യാൻ വീഴ്ച വരുത്തുകയാണെങ്കിൽ ആരാണോ ഇത് വീഴ്ച വരുത്തുന്നതിന് ഉത്തരവാദികളായിട്ടുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്, അവർ 15% ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, ഇനി application money to be refunded shall be credited only to the bank account from which the subscription was remitted. Whenever a company having a share capital make any allotment of securities, it shall file with the registrar a return of allotment in such manner as may be prescribed എന്ന് പറയുന്നത്. In case of any default occurs in any of the matters mentioned above, the company and its officers who are in default shall be liable to a penalty of 1,000 rupees for each day during which such default continues, or 1 lakh whichever is less എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റീഫണ്ട് ചെയ്യുന്ന എമൗണ്ട്, ആപ്ലിക്കേഷൻ മണി ഏത് അക്കൗണ്ടിലേക്കാണോ റെമിറ്റ് ചെയ്തിരിക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ട് തന്നെ എടുത്തിട്ട് വേണം റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഷെയർ ക്യാപിറ്റൽ നടത്തിയൊരു കമ്പനി, അതായത് ഫയൽ ചെയ്ത്, അതായത് റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കേസിലും എന്താ പറയുന്നത്, അതിലും എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണ്, ഏതെങ്കിലും കാര്യത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ ഓരോ ദിവസം 1000 രൂപ വെച്ചിട്ട് പെനാൽറ്റി അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ 1 lakh rupees വിച്ച് ഇസ് ലെസ് എന്നാണ് പറയുന്നത് കേട്ടോ. മാക്സിമം 1 lakh. ഓരോ ദിവസം 1000 വെച്ചിട്ട് മാക്സിമം 1 lakh rupees. മനസ്സിലായല്ലോ? അപ്പോൾ എന്താ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ മനസ്സിലായല്ലോ? അപ്പോൾ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്സാണ് പറയുന്നത്? പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സെബീൻ്റെ അപ്രൂവൽ ഇസ് കമ്പൽസറി, ദെൻ ഫയലിംഗ് ഓഫ് പ്രോസ്പെക്ടസ് ഇസ് മസ്റ്റ്, ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ് ആൻഡ് അണ്ടർ റൈറ്റേഴ്സ്. അപ്പം ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇവരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. ദെൻ മിനിമം സബ്സ്ക്രിപ്ഷൻ നിർബന്ധമാണ്. അപ്ലിക്കേഷൻ ടു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. ഓക്കെ, അപ്പോൾ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പോൾ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്താ ചെയ്യുന്നത്? ഹിയർ കമ്പനി ഈസ് എൻറ്ററിങ് ഇൻ ടു എൻ എഗ്രിമെൻറ്റ് വിത്ത് അണ്ടർ റൈറ്റേഴ്സ്. അതായത് ഇപ്പം കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്ത പബ്ലിക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഷെയർസ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ അണ്ടർ റൈറ്റേഴ്സ് അണ്ടർടേക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കും. അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അവരെയാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കണം. ദെൻ അപ്ലൈയിങ് ടു ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ്, ദെൻ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ടു ഇൻവൈറ്റ് പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ആൻഡ് അലോട്ടിംഗ് ഷെയർസ്. ക്ലിയർ ആണോ? തേർഡ് സ്റ്റേജ് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത്. ദ നെക്സ്റ്റ് ഇസ് ദ ലാസ്റ്റ് സ്റ്റേജ്, കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ലാസ്റ്റത്തെ സ്റ്റേജാണ്. അതായത് പ്രൈവറ്റ് കമ്പനികളാണെങ്കിൽ ആദ്യത്തെ 2 സ്റ്റേജ് കഴിഞ്ഞാൽ ദേ ക്യാൻ സ്റ്റാർട്ട് ദിയർ ബിസിനസ്. അതായത് ഏത് തുടങ്ങിയാൽ മതി, പ്രൊമോഷൻ സ്റ്റേജും രജിസ്ട്രേഷനും കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികൾക്ക് തുടങ്ങാം. ഇത് പബ്ലിക് കമ്പനീൻ്റെ കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന്. അതേപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേജ് വരുന്നത് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ആണ്. അപ്പോൾ എ കമ്പനി ഹാവിങ് എ ഷെയർ ക്യാപിറ്റൽ ഷെൽ കമൻസ് ബിസിനസ് ഓർ എക്സസൈസ് എനി ബോറോയിങ് പവേഴ്സ് ഓൺലി. അതായത് ഇതൊന്നും ഈ താഴെ കുറേ കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. അത് ഇല്ലെങ്കിൽ ആ കമ്പനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. എ ഡിക്ലറേഷൻ ഇസ് ഫയൽഡ് ബൈ എ ഡയറക്ടർ ഇൻ ദ ഫോം പ്രിസ്ക്രൈബ്ഡ് ആൻഡ് വെരിഫൈഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ വിത്ത് എ രജിസ്ട്രാർ stating that every subscriber to the memorandum has paid the value of shares agreed to be taken by him, and the paid up capital of the company is not less than 5 lakh rupees in the case of public company, and in the case of private company the limit is 1 lakh on the date of making of the declaration. അവിടെ എന്താ പറഞ്ഞത് മനസ്സിലായോ?
അപ്പം ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്താൽ മാത്രം പോരാ, ഈ കമൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് അതായത് ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം. ആരാണ്? ഡയറക്ടേഴ്സ്. ഇതിനൊരു കൃത്യമായൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ ഒരു ഡിക്ലറേഷൻ ഡയറക്ടേഴ്സ് ഫയൽ ചെയ്യണം വിത്ത് രജിസ്ട്രാർ. അതിലെന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ആ ഡിക്ലറേഷനിൽ വേണ്ടത് ഇതാണ്: എവ്രി സബ്സ്ക്രൈബർ ടു ദ മെമ്മോറാണ്ടം ഹാസ് പെയ്ഡ് ദ വാല്യൂ ഓഫ് ഷെയർസ് അഗ്രീഡ് ടു ബി ടേക്കൺ ബൈ ഹിം. അപ്പോൾ ഈ മെമ്മോറാണ്ടം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, ആരൊക്കെയാണോ സൈൻ ചെയ്തത് അവരെല്ലാം അവരെ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് എടുത്തു എന്നുള്ളത് ഉറപ്പ് വരുത്തണം. മനസ്സിലായല്ലോ? ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഇസ് നോട്ട് ലെസ് ദാൻ 5 lakh rupees. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത് പബ്ലിക് കമ്പനീൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ലെസ് ദാൻ 5 lakh എന്നാണ് പറയുന്നത്. പ്രൈവറ്റ് കമ്പനിയാണ് മിനിമം ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 1 lakh. അപ്പോൾ ഇങ്ങനെയെല്ലാം കൃത്യമായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഡിക്ലറേഷൻ ഡയറക്ടേഴ്സ് എന്താക്കണം എന്നാണ് പറയുന്നത്? ദേ ഷുഡ് ബി ഫയൽഡ് വിത്ത് എ രജിസ്ട്രാർ. പിന്നെ പറയുന്നത് രണ്ടാമത്തത്, ദ കമ്പനി ഹാസ് ഫയൽഡ് വിത്ത് എ രജിസ്ട്രാർ എ വെരിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് ആസ് പ്രൊവൈഡഡ് ഇൻ സെക്ഷൻ 12 സബ്സെക്ഷൻ 2. അതായത് രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടല്ലോ, അതിൻ്റെ എന്താ പറയുക, എവിടെയാണ് രജിസ്റ്റേർഡ് ഓഫീസ്, അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റേജിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം കമ്പനി എന്ത് ഫയൽ ചെയ്യണം? എ വെരിഫിക്കേഷൻ ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണെന്നുള്ളത് വെരിഫൈ ചെയ്തും കൊണ്ടുള്ള. If any default is made in complying with the requirements of this section, company shall be liable to a penalty up to 5,000 rupees, and every officer shall be punishable with fine to 1,000 rupees for every day during which ഈ ഒരു കാര്യത്തിൽ, ഈ രണ്ട് ഡിക്ലറേഷൻ ആണല്ലോ, ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു വീഴ്ച വരുത്തുകയാണെങ്കിൽ കമ്പനി എത്രയാണ് കമ്പനിക്ക് വരുന്ന പെനാൽറ്റി എന്ന് പറയുന്നത്? 5,000 rupees ആയിരിക്കും. അല്ലെങ്കിൽ ഇതിന് ആരാണോ ചുമതലപ്പെടുത്തിയ ഏതോ ഓഫീസറാണോ ഇതിന് ഈ ഡീഫോൾട്ട് വരുത്തിയിരിക്കുന്നത് അയാൾക്ക് ഡെയിലി 1,000 rupees വെച്ച്, എത്ര കാലം ഈ ഡീഫോൾട്ട് കണ്ടിന്യൂ ചെയ്യുന്നു അപ്പോൾ ഡെയിലി 1,000 rupees വെച്ച് വരെ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? പിന്നെ ഒന്ന് പറയുന്നത്, where no declaration has been filed with the registrar within a period of 180 days of the date of incorporation of the company, and the registrar has reasonable cause to believe that the company is not carrying on any business or operations, he may without prejudice initiate action for removal of the name of the company from the register of companies. അപ്പോൾ 180 days ആയിട്ടും കമ്പനി ഡിക്ലറേഷൻ ഫയൽ ചെയ്യുന്നില്ല, തക്കതായ കാരണമൊന്നും കാണിച്ചിട്ടുമില്ല രജിസ്ട്രാർക്കെങ്കിൽ എന്ത് ചെയ്തിരിക്കും? രജിസ്റ്റർ ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ രജിസ്റ്ററിന് ഈ കമ്പനീൻ്റെ പേര് അങ്ങോട്ട് റിമൂവ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നത്, കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. താങ്ക് യു. ഇനി നാളെ നമുക്ക് പ്രീ ഇൻകോർപ്പറേഷനും പ്രൊവിഷണൽ കോൺട്രാക്റ്റും ഉണ്ട്. താങ്ക് യു.